അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലരിയും കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വിഷയം ഇതാണ്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം അവനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ എങ്ങോട്ട് പോകും എന്ന് നോക്കാതെ ദൈവം പറഞ്ഞ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് യാത്ര പുറപ്പെടുന്നത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ പറ്റി പല ജാതികളിൽപ്പെട്ടവർ, പല മതങ്ങളിൽപ്പെട്ടവർ സംസാരിക്കാറുണ്ട്. എന്നാൽ അബ്രഹാമിനെ പറ്റി നാം പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയാൻ ഞാൻ നിന്നെ സകല ജാതികൾക്കും പിതാവാക്കി എന്നെ സകല ജാതികൾക്കും പിതാവാക്കി വെക്കുമെന്ന് ദൈവശബ്ദം അബ്രഹാമിനോട്, ദൈവിക വാഗ്ദത്തം പറഞ്ഞ അബ്രഹാമിനോട് യാത്ര പുറപ്പെട്ടു. പക്ഷേ ജനിക്കേണ്ടവൻ ജനിച്ചില്ല. വീണ്ടും യാത്ര മുന്നോട്ടായി. ദൂതൻ അബ്രഹാമിന്റെ അടുക്കൽ ചെന്ന് സാറായോടും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തലമുറ ജനിക്കാൻ പോകുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയട്ടെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനത് പ്രവർത്തിപ്പാനും ശക്തനാണ്. അബ്രഹാമിനോട് പറഞ്ഞു, മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും, സന്തതികളെ തരും. അതേ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം യാതൊരു ബന്ധമില്ലാത്ത ഒരു വാക്കല്ലേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും തരുമെന്ന് പറയുന്നത്. നീ കേട്ട ദൈവശബ്ദത്തെ, നീ കേട്ട വാഗ്ദത്തെ കണ്ണടച്ച് വിശ്വസിക്കുക. അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവനത് പ്രവർത്തിപ്പാനും ശക്തനാണ്. വാഗ്ദത്തം മരവിച്ചു എന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അയ്യോ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും അരുളപ്പാടും ഒന്നും നടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയി പറയാം, ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സംഭവിക്കും, അത് നടക്കും. മാനുഷികരമായി പറഞ്ഞ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞത് അത് നടക്കത്തില്ല. ദൈവം പറഞ്ഞതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നീ കാത്തിരുന്നോ, നിന്റെ വിടുതൽ ദൈവം പറഞ്ഞത് നിന്നെ സംഭവിക്കാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.